ഇന്ന് ശനിയാഴ്ചയാണ്. കുറച്ചധികം പരിപാടിയുണ്ട്. അപ്പൊ അതൊക്കെ കാണാനല്ല. നോക്കാം, രാവിലെ ബഹളം തുടങ്ങി. കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞ് നേരെ ഞാൻ പോയി കുടിച്ചു. കാരണം ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ഡാൻസ് ക്ലാസ് ഉണ്ട്. സോ അത് ആദ്യം നടത്തണം. അപ്പൊ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, കുറച്ച് ഹെൽത്തി ഫുഡാണ്. പുഴുങ്ങിയ ഏത്തപ്പഴവും പുഴുങ്ങിയ മുട്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ കുഴപ്പം, ഇത് രണ്ട് കിട്ടിക്കഴിഞ്ഞാൽ സ്വർഗ്ഗമാണ്. അപ്പൊ ഞാൻ കഴിച്ചോണ്ടിരിക്കുവാണ്. തീർന്നു. കുറച്ച് വർഷമായി പോയതുകൊണ്ടാണ് ബ്ലോഗ് എടുക്കാൻ പറ്റാൻ. ഇനി ഞാൻ റെഡി ആയിട്ടുണ്ട്. അതുകൂടെ കഴിച്ചിട്ട് വേണം എനിക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. എൻ്റെ പിള്ളേർ വരും. അതിന് മുന്നേ എനിക്ക് അവിടെ പോയി തൂത്ത് വൃത്തിയാക്കുകയൊക്കെ വേണം. ഞാൻ നേരെ ഡാൻസ് ക്ലാസ്സിലെത്തി. ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പിള്ളേരെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വിട്ടേക്കുന്നുണ്ട്. അപ്പോൾ എനിക്കറിയത്തില്ല, ഭയങ്കര ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നു. അറിയില്ല, കുറച്ച് റഷായി പോയതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും എടുക്കാൻ. വീട്ടിൽ നേരെ വന്നിക്കാൻ വന്നത്. അപ്പോൾ അതൊന്നും ബ്ലോഗൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇനി കുറച്ചധികം പരിപാടികൾ ഉള്ളതുകൊണ്ട് അതെല്ലാം എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതൊക്കെ അല്ല, തീർന്നില്ല, ഇനി ഉണ്ട്. എന്നാലും ഇരിക്കട്ടെ. വെക്കേഷനൊക്കെ ആയതുകൊണ്ട് പിള്ളേരെല്ലാം പല വഴിക്ക് പോയി. പിന്നെ പോട്ടെ, വെക്കേഷൻ്റെ ടൈമിൽ ആർക്കും പോകാൻ പറ്റുള്ളൂ. ഇതൊക്കെ പുതിയ ബാച്ചിലെ പിള്ളേരാ. സത്യം പറഞ്ഞുണ്ടല്ലോ, ഇവരെ പഠിപ്പിക്കാനായിരിക്കും ഭയങ്കര ഇഷ്ടം. ഭയങ്കര എന്റർടൈൻമെന്റ് അവരെ പഠിപ്പിക്കാനായിട്ട്. അങ്ങനെ ചെന്ന ഉടനെ കുറച്ച് എക്സസൈസും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കാറ്. കാരണം അവർ പിള്ളേരല്ലേ, അതൊക്കെ കഴിഞ്ഞിട്ട് എടുക്കുന്നതല്ലേ അതിന്റെ ഒരു രീതി. ക്ലാസ്സിൽ നിന്ന് ഞാൻ ഇറങ്ങി ഓടി ഇവിടെ വന്ന് ഫുഡ് കഴിച്ച് ഡ്രസ്സ് മാറിയിട്ട് ഞാൻ സാറിന്റെ അടുത്തേക്ക് പോവാണ്. ഇന്ന് അവിടെ ക്ലാസ് എടുക്കണം. രണ്ട് കുരു. അപ്പോൾ നിൽക്കാൻ നേരമില്ല, അതുകൊണ്ട് ഫുഡ് കഴിക്കുന്നതിന്റെ വ്ലോഗ് ഒന്നും എടുക്കാനും പറ്റിയില്ല. അപ്പോൾ ഇനി പോയിട്ട് വരാം. അങ്ങനെ ഡാൻസ് ക്ലാസ് ഒക്കെ കഴിഞ്ഞു. തിരിച്ച് വീട്ടിൽ വന്നു. അമ്മേ കയറി വന്നപ്പോഴത്തേക്ക് അമ്മയമ്മ കട്ടൻ കാപ്പി ഇട്ട് തന്നു. എന്തൊരു സ്നേഹമുള്ള കുട്ടി മാമ. എന്തായാലും ഇനി ഒരു എൻഗേജ്മെന്റ് ഉണ്ട്, അതിന് വേണ്ടിയിട്ട് പോകണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് റെഡി ആവണം. അതിന് വേണ്ടി ഫ്രഷ് ആവുകയൊക്കെ വേണം. അപ്പൊ എന്തായാലും ഞാൻ കട്ടൻ കാപ്പി കുടിക്കട്ടെ. കട്ടൻ കാപ്പി ഇല്ലാതെ ഒരു പരിപാടിയില്ല. കട്ടൻ കാപ്പി കുടിച്ചു. ഇനി നമുക്കൊന്ന് ഫ്രഷ് ആവണം. ഫ്രഷ് ആയിട്ട് വേണം നമുക്ക് എൻഗേജ്മെന്റിന് പോകാൻ വേണ്ടിയിട്ട്. ഫ്രഷ് ആയിട്ട് വരാൻ. അങ്ങനെ ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇത് മേടിച്ചിട്ട് എനിക്ക് ഒരിടത്ത് വിടാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമം എനിക്കുണ്ടായിരുന്നു. അത് തീർന്നു കിട്ടി. ഇന്നത്തെ എൻഗേജ്മെന്റിന് ഇതിടാം അല്ലേ. അപ്പൊ ഞാൻ പോയി റെഡി ആയിട്ടൊക്കെ വരട്ടെ. പിന്നെ ഞാൻ റെഡിയായി സെറ്റായി. പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ. ഇതാണ് എനിക്ക് ഇന്നലെ കിട്ടിയ വാച്ച്. അത് കിട്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. ഒരു ഫസ്റ്റ് പരിപാടിക്കാണ് ഈ വാച്ച് വന്നത്. അങ്ങനെ പോയിട്ട് വരാവേ. പോയിട്ട് വരില്ല, ചെറുക്കുള്ള വ്ലോഗ് എടുക്കണം. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ, വണ്ടിയിലാണ് പോകുന്നത് കേട്ടോ. ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താ ലൈറ്റൊക്കെ നോക്കുന്നത്? ചെറിയൊരു പേടി തോന്നില്ലേ? എനിക്ക് ചെറുതായിട്ടൊക്കെ പേടി തോന്നുന്നു. ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് സംഭവം. ഡോണ അവിടെ കാണും. നമുക്ക് അവിടെ ചെന്നിട്ട് അവനെ വിളിക്കാം. ഓക്കെ. അതായത് ഉത്തമ, ഡോണാപ്പി PG-യിൽ താമസിക്കുന്ന വീടില്ലേ, ആ വീട്ടിലെ മൂത്ത ചേച്ചിയുടെ കല്യാണമാണ് ഇത്. കല്യാണം അല്ല, മധുരം വെപ്പ്. അതാണ് കേട്ടോ. ഫൈനലി ഞാൻ ഡോണാപ്പിനെ കണ്ടുപിടിക്കും. ഇത്ര മെനക്കെട്ട് വരാൻ അറിയാം. നല്ല കേക്ക് ഒരു പീസ് ചോദിച്ചാലോ എന്ന് ഞാൻ അവളോട് ചോദിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞു കച്ചറയാവില്ലേന്ന്. എന്നാ പിന്നെ പോട്ടെ, അടങ്ങിയിരിക്കാലോ എന്ന് ഞാൻ കരുതി. ദേ പൂത്തിരിയൊക്കെ കത്തുന്നു. ഹായ്, കൊള്ളാലോ. ഹായ് ഹായ് ഹായ്, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. ബർത്ത്ഡേ അല്ലല്ലോ അല്ലേ, കല്യാണമല്ലേ. ദേ ഇത് കണ്ടോ, ഫ്ലൂട്ട് വായിക്കുന്ന അച്ഛൻ. എന്തിനാടാ ചക്കര നീ അച്ഛൻ പട്ടത്തിന് പോയത്? എന്ത് രസമാണെന്നറിയാം അച്ഛൻ ഫ്ലൂട്ട് വായിക്കുന്ന കേൾക്കാൻ വേണ്ടിയിട്ട്. അയ്യോ, ഭയങ്കര രസമായിരുന്നു. ഈ പാട്ട് പാടുന്ന ചേച്ചിനെ കണ്ടില്ലേ, പച്ച ഡ്രസ്സിട്ട്? ആ ചേച്ചിയുടെ കല്യാണമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. കൊള്ളാല്ലേ. അങ്ങനെ പാട്ടൊക്കെ ഞങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എവിടെ നിന്ന് നീലവെട്ടം കയറി വന്നേ? എവിടെ നിന്നാണോ? അതിൻ്റെ ഇടയ്ക്ക് അവരുടെ വക കുറേ ഗെയിംസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. മറ്റേ ഫ്ലവർ കൊടുത്തിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന പരിപാടി ആരാണ് കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത് ആ ഗെയിമില്. അതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കായിരുന്നു മെയിൻ സാധനം വന്നത്, ഡോണാപ്പിയുടെ ഡാൻസ്. വാട്ട് ആൻ എനർജറ്റിക് ഡാൻസ്. നിങ്ങൾ തന്നെ കാണും. ഞാനായിട്ട് പൊക്കി പറയുന്നത്, ഞാൻ പൊക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഫ്രണ്ടിനെ ഞാൻ പൊക്കി പറഞ്ഞു എന്ന് പറയുള്ളൂ. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറ. ഡാൻസ് കളിച്ചത് അവളാണെങ്കിലും ക്ഷീണം മൊത്തം എനിക്ക്. എന്താ ക്ഷീണം. ഇനിയിപ്പോ നമുക്ക് വന്ന കാര്യത്തിലേക്ക് കിടക്കാം. ഏത്? ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് എന്താ, ഞാൻ എപ്പ ഫുഡ് കഴിക്കാതിരുന്നാലും അപ്പ വന്നോളും വായുവായിട്ട് അലവല്ലാതി. ഇവക്ക് ഇത് തന്നെയുള്ള വിചാരം. വീട്ടിൽ പോയി തിന്നു വെച്ചേ. ഫുഡ് കഴിച്ചെല്ലാം കഴിഞ്ഞ് ഞാൻ നേരത്തെ കല്യാണ പെണ്ണിന്റെ അനിയത്തി എടുത്തേക്കുന്നു. അപ്പത്തേ ചേച്ചി ചോദിച്ചു ബ്ലോഗാണെന്നു. പാവം, എന്തായാലേ എന്നെ എല്ലാവർക്കും പേടിയാണ്. ഞാൻ എപ്പോ ക്യാമറ ഓണാക്കിയാലും എല്ലാവർക്കും പേടിയാണ്. ഞാൻ പിടിച്ച് ബ്ലോഗൊക്കെ കളയുവേ. അതുകൊണ്ട് ഇവിടെയായിരുന്നു സംഭവം. അതായത് നമ്മുടെ കോട്ടയത്തെ DMCC
അവിടെയായിരുന്നു സംഭവം. പിന്നെ ഡോണാപ്പി കുറച്ച് നിലാവത്ത് അയച്ചു വിട്ട കോഴീനെ പോലെ ഫോട്ടോസ് എടുക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ വന്നിട്ട് നല്ല ചിരി. എന്താ ചിരിയല്ലേ, ആ പല്ലിലെ കമ്പി ഉണ്ടല്ലേ, ക്യൂട്ട്നെസ് വാരി വിതറുന്നു. അങ്ങനെ ഡോണാപ്പിനെ കുറച്ച് ക്യൂട്ട്നെസ്സും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പുറത്തേക്ക് പോകുന്നു. എന്തിനാ, എനിക്ക് വീട്ടിൽ പോകണ്ടേ, അമ്മ വീട്ടിലോട്ടേക്ക്. ഗൈസ്, ഈ കോലം കണ്ടു, ഇതാരായത്? എന്റെ കൂടെ ഉള്ള ഡോണ ഇങ്ങനെയല്ല, നിങ്ങൾ കണ്ടിട്ടുള്ള ഡോണ ഇങ്ങനെ അല്ല, ഇത് ഫുള്ള് മേക്കപ്പാ. എനിക്ക് വിഷമമൊന്നുമില്ല കേട്ടോ, ഞാൻ ഒന്നും ഇട്ടിട്ടില്ല, ലിപ്സ്റ്റിക് മാത്രമേ ഉള്ളൂ. എനിക്ക് വിഷമമൊന്നുമില്ല, ഞാനൊരു കഞ്ഞി കൊലത്തിലും വിളി വന്നു കയറിയപ്പോ എന്താണത്, അത്രക്കൊന്നും വേണ്ട കേട്ടോ. പറച്ചിലായിട്ടൊന്നും അവളുടെ കല്യാണം, ആരുടെ കല്യാണം? അഥവാ ഇനി ലോട്ടറി അടിച്ചാലോ പിന്നെ ഒരു തവണയൊക്കെ അങ്ങനെ ഒരുങ്ങുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഒരുങ്ങിയാൽ ഇങ്ങനെയാണ്, അതുകൊണ്ടാണ് നമ്മൾ ഒരുങ്ങാത്തത്. അതാണ് ഞാൻ ഇവളോട് എപ്പോഴും ചോദിക്കുന്നത്, നീ എന്താ ഒരുങ്ങാത്തേന്ന്. ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചേ, നന്നായിട്ട് ഒരുങ്ങാനൊക്കെ അറിയാമോ? വരത്തില്ല, കാഞ്ഞ കോലത്തിൽ ബസന്തി ആയിട്ട് വരും. കല്യാണമൊക്കെ കൂടി, കല്യാണമല്ല ഒത്തുകല്യാണമൊക്കെ കൂടിയിട്ട് തിരിച്ചിറങ്ങി ഞാൻ വീട്ടിലേക്ക് പോവാണ്. ഇപ്പം തന്നെ കുറച്ച് വൈകിട്ടുണ്ട്. അമ്മ വീട്ടിൽ ഒറ്റയ്ക്കേ ഉള്ളൂ, അച്ഛനും ചേട്ടനും ഒന്നും അവിടെ ഇല്ല. സോ പെട്ടെന്ന് പോട്ടെ. സുട്ടുമണി ഞാൻ വന്നപ്പോഴേ എൻ്റെ കയ്യിലോട്ട് ഓടി വന്നു. എൻ്റെ സുട്ടുമണി, അയ്യോ എൻ്റെ ക്യൂട്ട്നെസ് ഉണ്ട്, അഴക്, അവൾ பார்த்தாலே അഴക്. ഞങ്ങൾ കോസ്റ്റ്യൂമൊക്കെ മാറി വന്നിരുന്നു. ഇനിയിപ്പോൾ അവിടുന്ന് ഫുഡ് കഴിച്ചുകൊണ്ട് രാത്രി ഇനി ഒന്നും കഴിക്കേണ്ട കാര്യമൊന്നുമില്ല. അമ്മേ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ, രക്ഷയില്ലായിരുന്നു, നല്ല ടേസ്റ്റ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. കുറച്ച് വീഡിയോസ് എഡിറ്റിംഗ് ഉണ്ട്, അതോടെ കഴിഞ്ഞ് ഞാൻ കയറി കിടക്കും. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.